ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒന്നാണ്, ലോജിസ്റ്റിക്സ് പഠിക്കുന്നതാണോ ഏവിയേഷൻ പഠിക്കുന്നതാണോ നല്ലത്, ഏതാണ് ജോലി കിട്ടാൻ എളുപ്പം, പഠിക്കാൻ ഏതാണ് എളുപ്പം, ഇത്തരത്തിലുള്ള ഒരുപാട് ഡൗട്ടുകൾ പല ആളുകളും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് വളരെ രസകരമായ ഡൗട്ടാണ്. അതായത് ഈ ലോജിസ്റ്റിക്സിൻ്റെ ആയാലും അതല്ലെങ്കിൽ ഈ പറയുന്ന ഏവിയേഷൻ്റെ ആയാലും കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവുമോ, അതിൽ പഠിക്കാൻ എളുപ്പമാണോ, നമ്മൾ ചെന്ന് അതായത് ചില ആളുകൾ ചോദിക്കുന്നത് നമ്മൾ ചെന്ന് തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുമോ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഒരുപാട് എല്ലാവരും തന്നെ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഒക്കെ ചോദിക്കുന്ന അതാണ്. അപ്പോൾ നമുക്ക് അത് ആദ്യം ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം. അതായത് നിങ്ങൾക്കിപ്പോൾ +2 നിങ്ങളിപ്പോൾ ഈ 2 കോഴ്സുകൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് +2 ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും എടുക്കാം. അത് ലോജിസ്റ്റിക്സ് ആയാലും അതല്ലെങ്കിൽ ഈ ഏവിയേഷൻ്റെ നോൺ ടെക്നിക്കലായിട്ടുള്ള ഏവിയേഷൻ കോഴ്സ് ആയാലും നിങ്ങൾക്ക് +2 സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പഠിച്ചവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ 2 രീതിയിൽ ഇത് പഠിക്കാൻ പറ്റും. ഒന്നെങ്കിൽ നാട്ടിൽ പഠിക്കാൻ പറ്റും, അതല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ പോയി പഠിക്കാൻ പറ്റും. ഇതിൽ നാട്ടിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് കഴിവതും നിങ്ങൾ നാട്ടിൽ ഏതെങ്കിലും നല്ലൊരു കോളേജിൽ നിന്ന് ഒരു റെഗുലർ ഡിഗ്രി എടുത്തതിന് ശേഷം ഒരു 6 മന്തിൻ്റെയോ 1 ഇയറിൻ്റെയോ പ്രോഗ്രാം, അത് ഏവിയേഷൻ ആയാലും അതല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആയാലും പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അതല്ലാതെ നാട്ടിലൊരു ഡിഗ്രി, ഇതിൻ്റെ ഡയറക്റ്റ് ഡിഗ്രി എടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറച്ച് ഇതുണ്ട്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ കേരളത്തിന് വെളിയിൽ പോയി പഠിക്കുകയാണെങ്കിൽ അവിടെ റെഗുലർ ഡിഗ്രി പ്ലസ് ഇതോടുകൂടി ഒരു 3 വർഷം കൊണ്ട് കയറുന്ന ഡിഗ്രി പ്രോഗ്രാംസ് വരുന്നുണ്ട്. പ്രധാനമായിട്ടും BBA ഏവിയേഷൻ വരുന്നുണ്ട്, BBA ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ BCom ഏവിയേഷൻ വരുന്നുണ്ട്, BCom ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്. ഇങ്ങനെ 2 ഇതാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ, കേരളത്തിൽ ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിഗ്രി എടുത്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്ററായിട്ട് വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. ഇനി ഇത് പഠിക്കുന്നത് എളുപ്പമാണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ +2 ഒരു 50 അല്ലെങ്കിൽ 55% മാർക്കോട് കൂടി പാസ്സായ ഒരാളാണ്, ബേസിക്കായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് നിങ്ങൾക്ക് പാസ്സായി പോരാൻ പറ്റുന്ന ഒന്നാണ്. അതായത് ഇതിൽ വലിയ സയൻസ് പോലെ വലിയ ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പരിമിതമായ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതൊക്കെയാണ് വരുന്നത്. ഈ BBAയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഏവിയേഷൻ ആണെങ്കിൽ അതിൻ്റെ കുറച്ച് ഫെയർ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊക്കെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് പോലും കയറി പഠിക്കാനും പാസ്സാവാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിലായിട്ട് വരുമ്പോഴത്തേനും ഏവിയേഷനേക്കാൾ കുറച്ചും കൂടി അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്കിലും അത് അത്ര വലിയ ടഫോ കാര്യങ്ങളോ ഒന്നും അല്ല. കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ അതും പഠിച്ച് പാസ്സാവാൻ പറ്റുന്നതാണ്. ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് പോലും വേണമെങ്കിൽ ഇത് പാസ്സാവാൻ പറ്റും. പിന്നെ ചില ആളുകളുണ്ട്, നമ്മൾ പഠിക്കാൻ പോയിട്ട് ചുമ്മാ നമ്മൾ ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് ലൈഫ് എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞ് പോകുന്ന ആളുകൾക്ക് ഇതിൽ ചിലപ്പോൾ പാസ്സാവാതെ വരാം. അതും ഇതാണ്. നിങ്ങളൊന്ന് ചെറിയ എഫേർട്ട് ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും പാസ്സാവാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ 2 കോഴ്സുകൾ, ഏവിയേഷൻ ആയാലും അതല്ലെങ്കിൽ ഈ ലോജിസ്റ്റിക്സിൻ്റെ കോഴ്സ് ആയാലും. അടുത്ത പ്രധാനമായിട്ടും ചോദിക്കുന്നൊരു ഡൗട്ട്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ, അതല്ലെങ്കിൽ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചാണ്. ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ്, ഇപ്പോൾ നോർമലി ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തിയറി ബേസിസൊക്കെ പെട്ടെന്ന് ജോബുള്ള കാര്യങ്ങൾ കിട്ടും, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി അതിൻ്റെ ഇതിൽ പോകും. എന്നാൽ ഈ ഒരു കോഴ്സിന്, അത് ഈ 2 കോഴ്സുകൾക്കും ഉള്ളൊരു കുഴപ്പമുണ്ട്. 2 കോഴ്സ് എന്ന് പറയുമ്പോഴത്തേന് ഇതിൽ ഏവിയേഷൻ കോഴ്സിനാണ് അതിന് ഒരു ഇത് വരുന്നത്. അതായത് ഏവിയേഷൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡിഗ്രി ഒന്നെങ്കിൽ BBA ഏവിയേഷൻ വെച്ച് ഡിഗ്രി കിട്ടി, BBA ഏവിയേഷൻ ഡിഗ്രി കിട്ടി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നോർമൽ ഡിഗ്രി പഠിച്ച ഒരു ഡിപ്ലോമ എടുത്ത് ആ രീതിയിലും ഒരു ഏവിയേഷനിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ജോബ് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ജോബ് കിട്ടാതെ വരാം. ഒരുപാട് പേര് അങ്ങനെ ജോബ് കിട്ടാതെ പോകുന്നുണ്ട്. ഈ നിങ്ങൾ പഠിക്കുന്ന ഈ സംഗതി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ക്വാളിഫിക്കേഷൻ, പിന്നെ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ചൊരു നോളേജ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ ജോബ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് ഇതിൽ ഏവിയേഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ ജോബ് കിട്ടുന്നതിൽ പ്രധാനമായും വരുന്ന കാര്യം എന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ നന്നായിട്ട് ആവശ്യമാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ പെട്ടെന്ന് ജോബുകൾ കിട്ടും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, കാരണം ഈ ഏവിയേഷൻ പഠിച്ച് നിങ്ങൾ പോകുന്നതെല്ലാം തന്നെ ഈ കസ്റ്റമർ ഹാൻഡ്ലിങ്, ഗ്രൗണ്ട് ഓപ്പറേഷനിലായിട്ടൊക്കെ ആവുന്നത്. അവിടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷാണ് അവർ ഏറ്റവും ഇതിൽ പറയുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു അതർ ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് പുറമെ നിങ്ങളുടെ കുറച്ച് സോഫ്റ്റ് സ്കിൽസൊക്കെ അവർ നോക്കുന്നുണ്ട്. അത്തരം സ്കില്ല് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഏവിയേഷൻ്റെ ഈ പറഞ്ഞ ജോബുകൾ, നോൺ ടെക്നിക്കലായിട്ടുള്ള ജോബുകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ.
കോഴ്സ് പഠിച്ചു പാസ്സായി എന്ന് പറഞ്ഞതുകൊണ്ട് ജോബുകൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഏവിയേഷൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത് നമുക്കിനി ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിക്കുന്നവർക്ക് ജോബ് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. നമുക്ക് ഏവിയേഷൻ്റെ കോഴ്സും ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏവിയേഷനൊക്കെ കൂടുതൽ എളുപ്പത്തിൽ ജോബ് കിട്ടാൻ പറ്റുന്നത് ലോജിസ്റ്റിക് കോഴ്സുകൾക്കാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഏവിയേഷൻ്റെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വരണം, കൂടുതൽ കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി സോഫ്റ്റ് സ്കിൽസ് എല്ലാം ആവശ്യമാണ്. എന്നാൽ ഇതിന് അത്തരം ഒരു ഇത് വേണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഇത് സബ്ജക്റ്റ് ബേസസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ബെറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോബ് കിട്ടും. കാരണം ഇതിൻ്റെ ഒരു ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എയർപോർട്ടിലാണെങ്കിൽ കാർഗോ സെക്ഷൻ അല്ലെങ്കിൽ വെയർ ഹൗസസ്, പോർട്ടുകൾ, ഇവിടെയൊക്കെയാണ് കൂടുതലും സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഒരുപാട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ നോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോബുകൾ കിട്ടാനുള്ളത് ഈസിയാണ്. ഏവിയേഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് ആണ് കൂടുതൽ ജോബുകൾ കിട്ടാനുള്ളത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് രണ്ടിനും ഏകദേശം സെയിം ആണ്. കുറച്ച് കൂടുതൽ ഈ പറയുന്ന ഏവിയേഷൻ സെക്ടറിനാണ് കൂടുതൽ വരുന്നത്. ഇതിലും ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ജോബ് കിട്ടുന്ന അല്ലെങ്കിൽ കോഴ്സ് പഠിച്ച ജോബ് കിട്ടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് രണ്ട് കോഴ്സ് വേണമെങ്കിലും പഠിക്കാം. ഏകദേശം എല്ലാം സബ്ജക്റ്റ് വൈസൊക്കെ മാറ്റുകയാണെങ്കിലും ജോബ് കിട്ടുക ഓപ്പർച്യൂണിറ്റിയൊക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വിദേശത്തേക്കൊക്കെ പോകാനെല്ലാം പറ്റുന്നതാണ്. രണ്ട് കോഴ്സ് പഠിച്ചാലും പറ്റുന്നതാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി, അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതല്ലെങ്കിൽ അത് ഇച്ചിരി കുറവുണ്ട്, അത് നല്ല രീതിയിലാക്കാൻ പറ്റും, നിങ്ങൾക്കൊരു കസ്റ്റമർ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും, ഒരു സർവീസ് സെക്ടറിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏവിയേഷൻ കോഴ്സ് എടുക്കാം. അതല്ലെങ്കിൽ മറ്റ് ലോജിസ്റ്റിക് കോഴ്സ് എടുക്കാം. ഇതിൽ ഏതാണെന്നുള്ളത് നിങ്ങളുടെ ഒരു കഴിവിനനുസരിച്ച് നിങ്ങൾ എടുക്കാൻ പറ്റണം. പിന്നെ ഇപ്പോഴൊരു രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തേക്കൊക്കെ ആണെങ്കിൽ കേരളത്തിന് വെളിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തൊക്കെ കോഴ്സുകൾ വരുന്നുണ്ട്. ലോജിസ്റ്റിക്സും ഏവിയേഷനും കൂടിയൊക്കെ ഈ 3 വർഷം ഡിഗ്രി ആയിട്ട് വരുന്നുണ്ട്. അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഇത് പോയി കഴിഞ്ഞാൽ ഒന്നിലായിട്ട് കയറി എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ച് എടുക്കുക. ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് കുറവില്ല. വർഷം നല്ല നല്ല ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യമുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് പഠിച്ചാൽ ജോലി കിട്ടുമോ, അതല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പമാണോ. പഠിക്കാനൊക്കെ എളുപ്പമാണ്, ജോലികൾ കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് ഇതിനുള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ. ചുമ്മാ കയറി പഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പരസ്യം കണ്ടിട്ട് പോയി പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ജോബ് കിട്ടില്ല. നിങ്ങൾ ഇതിന് ആപ്റ്റാണോ എന്നുള്ളതും കൂടി നിങ്ങളൂടെ നോക്കി നിങ്ങളൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് ജോലികൾ കാര്യങ്ങളൊക്കെ കിട്ടി സക്സസ് ആവുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, സക്സസ് ആവാൻ പറ്റുന്ന ഒരു കരിയറാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഏവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. സമയമനുസൃതമായിട്ട് നമുക്ക് അതിനുള്ള മറുപടി തരാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുമ്പോൾ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് മാത്രം ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.